ഇവിടെ ഒരു അമ്മ മകൻ ഭക്ഷണം കൊണ്ടുകൊടുക്കുകയാണ്. അവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ എനിക്ക് വേണ്ട എന്ന്. ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളും. മോനെ, പുറത്തുള്ള ഭക്ഷണത്തിനേക്കാൾ രുചിയുണ്ട് ഞാനുണ്ടാക്കുന്നതിന്. അവൻ ചോദിച്ചു, എന്ത് രുചിയാണിതിനുള്ളത്? ഇടയ്ക്ക് ഉപ്പ് കുറവായിരിക്കും, ഇടയ്ക്ക് മുളക് കുറവായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടമില്ല. നിങ്ങൾ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവൻ ഭക്ഷണവുമായി പോവുകയാണ്. അവന്റെ മാനേജർ ചോദിച്ചു, നീ ഭക്ഷണം കൊണ്ടുവന്നില്ലേ? ഞാൻ കൊണ്ടുവന്നു, പക്ഷെ എനിക്കത് വേണ്ട. അതെന്താ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും. ആ സമയം മാനേജർ പറഞ്ഞു, നീയെന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവാ, ഞാനത് കഴിച്ചോളാം. നിന്റെ ഭക്ഷണത്തിന്റെ ബില്ല് ഞാൻ കൊടുത്തോളാം. അവൻ സമ്മതിച്ചു. അങ്ങനെ അന്ന് അവന്റെ ഭക്ഷണം മാനേജർ കഴിക്കുകയാണ്. മാനേജർ പറഞ്ഞു, ഭക്ഷണം അടിപൊളിയായിരുന്നു. അവൻ പറഞ്ഞു, അത് ചില ദിവസങ്ങളിൽ നല്ലതായിരിക്കും. മാനേജർ ചോദിച്ചു, നീ എന്താണിങ്ങനെ സംസാരിക്കുന്നത്? നിനക്കറിയാമോ, നിന്റെ കയ്യിലുണ്ടായതുകൊണ്ട് നീ അതിന് വില കൊടുക്കുന്നില്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നിന്നെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നു, നിനക്ക് രാവിലെ ഭക്ഷണമുണ്ടാക്കിത്തരുന്നു, ഉച്ചയ്ക്കും ഭക്ഷണമുണ്ടാക്കിത്തരുന്നു. എല്ലാവരും നിന്നെപ്പോലെ ഭാഗ്യവാന്മാരായിരിക്കണം എന്നില്ല. പലരും അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കുറച്ച് ഉപ്പെല്ലാം കുറവുണ്ടാവുമെന്ന് കരുതി നമ്മൾ ഒഴിവാക്കുകയാണോ വേണ്ടത്? ഇതെല്ലാം അമ്മമാർ ചെയ്തു തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? പക്ഷെ നിനക്ക് വേണ്ടത് വലിയ ഹോട്ടലിലെ ഭക്ഷണം. നീയൊക്കെ ഭാഗ്യവാന്മാരാണ്. നിനക്ക് എന്നും അമ്മ ഭക്ഷണമുണ്ടാക്കിത്തരുന്നില്ലേ? അങ്ങനെ അവൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ പോയി അമ്മയോട് സോറി പറയുകയാണ്. രാവിലെ ദേഷ്യപ്പെട്ടതിന് എന്നോട് ക്ഷമിക്കണം. ഇന്നത്തെ ഭക്ഷണം നല്ലതായിരുന്നു. എന്റെ കൂട്ടുകാരനും കഴിച്ചു. നാളെ അവനും ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവന് അമ്മയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണം അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഹാർട്ട് ഇമോജി ഇടൂ.